ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹമേറിയ നല്ല രാത്രികാലത്തിനായ സ്തോത്രം. നിങ്ങളുടെ മധ്യേ ഒരു ചെറിയ ചിന്ത കൈമാറുവാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനം 147 സങ്കീർത്തനം 3 വാക്യത്തിൽ ഇപ്രകാരം കൊടുത്തിരിക്കുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹമേറിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ വാക്യം ആമേൻ ഹല്ലേലൂയ കേട്ടു. എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മനം തകർന്നിരിക്കുകയാണോ? ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഹൃദയത്തിൽ വേദനയോടെ ഇരിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് രാത്രികാലം യേശു നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു ദൈവമാണ്. വേദപുസ്തകത്തിൽ ഹന്ന എന്ന് പറഞ്ഞ പ്രിയ ആ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഹന്ന ദൈവസന്നിധിയിൽ വളരെ മനം തകർന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു വിലപിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നു. അവളുടെ കണ്ണുനീര്, അവളുടെ മനം തകർന്നത് യേശു കണ്ടു. വചനം പഠിപ്പിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ നിലവുകളെ ആരാഞ്ഞറിയുന്ന ദൈവമാണ് ഞാനെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ അപ്രകാരം വചനം പഠിപ്പിക്കുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ നുറുക്കങ്ങളെയും ഹൃദയത്തിൻ്റെ വേദനകളെയും ആരാഞ്ഞറിയുവാൻ അടുത്ത് നിന്റെ ഹസ്ബൻഡ് അറിയത്തില്ല, നിന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല, നിന്റെ ഹല്ലേലൂയ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ ആർക്കും അറിയാത്ത കാര്യം നിന്റെ ഉള്ളിലെ നിലവുകളെ ആരാഞ്ഞറിയുന്നവൻ യേശുവുണ്ട്. ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് കൈമാറാമെന്നേ ഉള്ളൂ. ഹൃദയം നുറുക്കത്തോടെ ആരെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് രാത്രികാലം യേശു നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനങ്ങളെ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ചുമക്കുന്ന പ്രയാസങ്ങളായിക്കോട്ടെ, വർഷങ്ങൾ കൊണ്ട് ചുമക്കുന്ന നിന്ദകളായിക്കോട്ടെ, വർഷങ്ങൾ കൊണ്ട് ചുമക്കുന്ന നിങ്ങളുടെ മനം തകർച്ചയായിക്കോട്ടെ, ഇന്ന് രാത്രികാലം യേശു തകർച്ചകളെ മാറ്റുന്ന ഒരു ദൈവമാണ്. തകർച്ചയിൽ നിന്നും ജയം തരുന്നൊരു ദൈവം, തകർച്ചയിൽ നിന്നൊരു ഒളിച്ചോട്ടമല്ല, തകർച്ചയിൽ നിന്നൊരു ജയം തരുന്നൊരു ദൈവം നിങ്ങൾക്കുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ രാത്രികാലം നിങ്ങളുടെ തകർച്ചകളെ മാറ്റി സന്തോഷത്തെ തരുന്ന ഒരു ദൈവമുണ്ട്. പള്ളിപ്രമാണിയുടെ മകൾ മരിക്കാറായി കടന്നപ്പോൾ അവിടെയും മനം തകർച്ച കാണാൻ കഴിഞ്ഞു. എന്നാൽ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ നിരസിക്കുന്ന ദൈവമല്ലെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ അപ്രകാരം പള്ളിപ്രമാണിയായ ഹല്ലേലൂയ യൈറോസ് എന്ന് പറയുന്ന പ്രമാണിയുടെ മകൻ മരിക്കാറായി കിടന്നപ്പോൾ മനം തകർച്ചയോടെ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനോടൊന്നും പറഞ്ഞില്ല. യേശു അവരോട് ഒരു മറുപടിയും പറഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ മരിച്ചുവെന്ന് ലോകം വന്ന് വിധി പറഞ്ഞപ്പോഴാണ് യേശു അവനോട് പറയുന്നത്, നീ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഹല്ലേലൂയ. നീ വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ ഇന്ന് രാത്രികാലം നിനക്ക് വിടുതൽ കാണാൻ കഴിയും. പള്ളിപ്രമാണിയോട് യേശു അങ്ങനെ പറഞ്ഞുവെങ്കിൽ നമ്മൾ വിശ്വസിക്കുക. ഒന്ന്, വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വരിക. മനുഷ്യരുടെ അടുക്കലല്ല, സംഘടനയുടെ അടുക്കലല്ല, യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നാൽ യേശു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ മനം തകർച്ചകളെ സന്തോഷകരമായി മാറ്റും. നിങ്ങളുടെ വേദനകളെ ഇന്ന് മാറി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ജയഘോഷമുണ്ടാകും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ മാറ്റിയ ഒരു ദൈവം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ തകർച്ചയോടെ ഇരിക്കുന്നോ? ഇന്ന് രാത്രികാലം യേശു നിങ്ങളെ വിടുവിക്കുന്ന ദൈവം, യേശു നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് വചനം പഠിപ്പിച്ചത് ഹല്ലേലൂയ തകർന്നിരിക്കുന്നവരെ അവൻ സൗഖ്യമാക്കും, അവൻ്റെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. നിങ്ങൾ വാങ്ങിച്ചതിലായിക്കോട്ടെ, കൊടുത്തതിലായിക്കോട്ടെ, ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തോട് പറയാം, കർത്താവേ എൻ്റെ മുറിവുകളെ ഒന്ന് മാറ്റണമേ. ആ വ്യക്തി മുഖാന്തരം എനിക്കുണ്ടായ മുറിവുകളെ എന്നിൽ നിന്ന് മാറ്റണമേ. എൻ്റെ വേദനകളൊന്ന് മാറ്റണമേ. എൻ്റെ നിരാശകളെന്ന് മാറ്റണമേ. എൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റു. ആ മുറിവുകളെ എന്നിൽ നിന്ന് എന്നേക്ക് വഴിമാറട്ടെ. എനിക്ക് നേരെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് നേരെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഓരോ വാക്കുകൾ ഇങ്ങനെ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രികാലം യേശുവിൻ്റെ അടുക്കൽ പറയുക, കർത്താവേ കർത്താവേ ആ ഹൃദയത്തിൻ്റെ മുറിവുകളെ എന്നിൽ നിന്ന് മാറട്ടപ്പ, എന്നിൽ നിന്ന് സൗഖ്യം എനിക്ക് ഉണ്ടാകട്ടപ്പ. ഇനി ആ മുറിവുകളെ ഓർക്കുവാൻ എന്നെ അനുവദിക്കരുത്. കർത്താവ് പറഞ്ഞു, ക്ഷമിക്കുവാനാണ് കർത്താവ് പറഞ്ഞു. ഞാൻ ആ മുറിവുകളെ എനിക്ക് വന്ന മുറിവുകളെ ഞാൻ ഇന്ന് ക്ഷമിക്കുക. യേശുവേ, എന്നെ കർത്താവെ നല്ലൊരു മുറിവ് മാറിയ എന്നെ നല്ലൊരു പൈതലാക്കി എന്നെ മാറ്റണമേ.
ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വില കൊടുത്ത് പ്രാർത്ഥിച്ചു. വലിയ നമ്മുടെ ഹന്ന പറയുന്ന ഒറ്റ വാക്കാണ്, ഞാൻ വ്യസനത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയും. എന്നാൽ അവൾ കരഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിഞ്ഞു. അവളുടെ കണ്ണുനീര് കണ്ട ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം നിങ്ങൾ ഹൃദയ നുറുക്കത്തോടെ ഇരിക്കുന്നുണ്ടോ? യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാണ്. ഏതെങ്കിലും മേഖലയിൽ സൗഖ്യമാണോ? 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, സൗഖ്യം വന്നു. ക്ഷണത്തിൽ സൗഖ്യം വന്നു. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ചിന്തിക്കാൻ തന്നെ നമുക്ക് കഴിയും. അവിടെ ഒരു തകർച്ച കാണാൻ കഴിയും. മനം തകർന്നു വേദനയോടെ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? പല വൈദ്യന്മാരാൽ ഏറിയും സഹിച്ചു, ഒട്ടും എനിക്ക് ഭേദം വന്നില്ല. ഇനി എൻ്റെ മുൻപിലുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആത്മഹത്യ. എൻ്റെ മുൻപിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ. എന്നാൽ എന്നെ മരണത്തിൽ കടത്തിവിടാത്ത ഒരു ദൈവം എനിക്കുണ്ട്. എവിടെയെല്ലാം ഞാൻ തകരണമെന്ന് ആഗ്രഹിക്കുന്നോ അവരുടെ നടുവിൽ എന്നെ നിർത്തുന്നൊരു ദൈവമുണ്ട്. അവരുടെ മുമ്പാകെ എന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനം 23 പറയുന്നു, ശത്രുക്കൾ മുമ്പാകെ നിനക്ക് ഞാൻ മേശയൊരുക്കും. ദൈവം നിനക്ക് വലിയൊരു മേശയൊരുക്കി അവൻ നിന്നെ മാനിക്കും. ശത്രുക്കൾക്കാകെ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം. ഇന്ന് രാത്രികാലം പ്രോഗ്രാം കാണുന്ന പ്രിയ ശ്രോതാവേ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തകർച്ചകളെ അറിയുന്ന ഒരു ദൈവം. എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ ആരും കരുതാനില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇന്ന് രാത്രികാലം യേശു നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിന്റെ മുറിവുകളെ ഞാൻ കിട്ടുന്ന ദൈവമാണ്. 12 ഹല്ലേലൂയ സംവത്സരമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട സൗഖ്യം വരുമെന്ന് പറഞ്ഞ് ഈ തിരക്കിൽ കൂടി യേശുവിൻ്റെ പുറകിൽ പോയി തൊട്ടു. അവൾ വിടുതൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ വേദവസ്തം ഇങ്ങനെ പഠിപ്പിക്കുന്നു, 2 കശുട്ട് വിധവ അവിടെ ഇല്ലായ്മയെന്ന് ഇട്ടത് യേശു കണ്ടു. അവിടെ ഹൃദയ നുറുക്കത്തെ കണ്ടത് ഒരു ദൈവം. ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനൊന്നേ ഉള്ളൂ, നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ വേദനകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ തകർച്ചകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ആ നല്ല ഒരു ദൈവത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. എന്നെ വിടുവിക്കണം. എന്റെ ആ ഹൃദയത്തിന്റെ ആമേകതാവെ, മന തകർച്ചകളെ എന്നെ മാറ്റും. ആ മുറിവുകളെ അങ്ങനെ ഉള്ളിൽ വരണം. ഒരു നിമിഷം എന്റെ ഉള്ളിൽ അങ്ങ് വരണം. നല്ലൊരു യേശുനാഥൻ, നല്ല പിതാവേ, അങ്ങ് അനുഗ്രഹിക്കണം. ഈ രാത്രികാലം കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയ മനം തകർന്നവരെ അവൻ വിടുവിച്ച് അവന്റെ മുറിവുകളെ അവൻ സൗഖ്യമാക്കുകയും ഈ രാത്രികാലം കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെയും ഞങ്ങളുടെ വേദനകളെയും കർത്താവേ ശ്രേഷ്ഠനായ സൂര്യ തേജോമയൻ യേശു നിങ്ങൾ വിടുവിക്കുവാൻ വസ്ത്രധാരിയായ യേശു